Hi Fishy Doctors. NTA latest update വന്നിട്ടുണ്ട് നിങ്ങൾക്കറിയാം it is regarding Aadhaar authentication. അപ്പോൾ ഈ NTA അപ്ഡേറ്റ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഹാർട്ട് അറ്റാക്ക് എന്നാണ് ഇപ്പോൾ പലരും മെസ്സേജ് അയച്ച് അറിയിക്കുന്നത്. കാരണം ഏത് അപ്ഡേറ്റ് വന്നാലും നിങ്ങൾക്ക് ഭയങ്കര പാനിക്കും ടെൻഷനും കൂടാണ്. എന്താണത്, ഞാനെന്തെങ്കിലും ചെയ്യണോ, ഞാൻ ചെയ്തതിൽ എന്തെങ്കിലും മാറ്റം വരുത്തണോ, ഞാൻ ഇതുവരെ ചെയ്ത മെത്തേഡ്സ് കറക്റ്റ് അല്ലേ, എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടോ, എക്സാം പാറ്റേൺ മാറ്റമുണ്ടോ. അപ്പോൾ അതൊന്നും ഓർത്ത് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. അതിനെക്കുറിച്ചൊന്നും ക്ലാരിറ്റി തരുന്ന ഒരു അപ്ഡേറ്റ് അല്ല ഇപ്പോൾ വന്നിരിക്കുന്നത്. NTA ഇപ്പോൾ റിലീസ് ചെയ്തിരിക്കുന്ന പബ്ലിക് നോട്ടീസ്, അതായത് ജനുവരി 14 റിലീസ് ചെയ്ത പബ്ലിക് നോട്ടീസ് റിഗാർഡിംഗ് അപ്ഡേറ്റിംഗ് ആധാർ ഡീറ്റെയിൽസ് ഓഫ് ആസ്പിറൻസ് ഫോർ നീറ്റ് UG 2025 എക്സാമിനേഷൻ. അപ്പോൾ മക്കൾക്കറിയാലോ, നമ്മുടെ നീറ്റ് എക്സാമിൻ്റെ നീറ്റ് 2025 രജിസ്ട്രേഷൻ പ്രോസസ്സ് എത്രയും പെട്ടെന്ന് ആരംഭിക്കും. അപ്പോൾ അത് മിക്കവാറും ഫെബ്രുവരി ഫസ്റ്റ് വീക്ക് അല്ലെങ്കിൽ ജനുവരി ലാസ്റ്റ് വീക്ക് ആ ഒരു ഇതിലായിരിക്കണം ഇവർ ആപ്ലിക്കേഷൻ ഫോം റിലീസ് ചെയ്യുന്നത്. അപ്പോൾ രജിസ്ട്രേഷൻ പ്രോസസ്സ് തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങളുടെ എല്ലാവരുടെയും ഐഡൻറ്റിഫിക്കേഷൻ ഡീറ്റെയിൽസ് ആക്യുറേറ്റ് ആണ്, നിങ്ങളുടെയൊക്കെ ഡോക്യുമെൻറ്റ്സ് എല്ലാം അപ് ടു ഡേറ്റ് ആണ് എന്ന് ഒന്ന് കൺഫേം ചെയ്യാനായിട്ടാണ് ഇപ്പോൾ NTA നിങ്ങളോട് ഈ ആധാർ ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ചെയ്യാനായിട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. കാരണം കഴിഞ്ഞ പ്രാവശ്യം ഒരുപാട് പേര് വിത്തൗട്ട് ആധാർ ഒത്തൻറ്റിക്കേഷൻ ചെയ്യാതെ, ആധാർ അപ്ഡേറ്റ് ചെയ്യാതെ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യുകയും പിന്നീട് അവരുടെ ഇത് അഡ്മിറ്റ് കാർഡ് വന്നപ്പം അതിൽ അവരുടെ നെയിമിൻ്റെ സ്പെല്ലിങ് തെറ്റ്, അല്ലെങ്കിൽ ഫാദറിൻ്റെ മദറിൻ്റെ പേര് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറിപ്പോയിരിക്കുന്നു. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു പ്രോബ്ലം ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ഒത്തൻറ്റിക്കേഷൻ എന്ന് വെച്ചാൽ കറക്റ്റായിട്ടുള്ള നിങ്ങളുടെ ഒരു ഗവൺമെൻറ് ID പ്രൂഫ് വെച്ചിട്ട് നിങ്ങളുടെ ഡീറ്റെയിൽസ് എല്ലാം ഓൾറെഡി അപ്ഡേറ്റ് ചെയ്യാൻ ഇവർ ആവശ്യപ്പെടുന്നത്. ഇത് മക്കളെല്ലാവരും നിർബന്ധമായിട്ടും ചെയ്യണം. അവർ നിർബന്ധമായിട്ട് ചെയ്യണമെന്ന് പറയുന്നില്ല, അവർ പറയുന്നത് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ലത് എന്നാണ് പറയുന്നത്. പക്ഷേ ചെയ്യുന്നതാണ് നല്ലത്. ബിക്കോസ് ഈ രജിസ്ട്രേഷൻ പ്രോസസ്സിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾക്ക് ഇതുവഴി ഒഴിവാക്കാം. അപ്പോൾ ഇവർ പറയുന്നത് as per instructions issued by the Department of Higher Education, Ministry of Education, integration of AAPAR ID. ഇവിടെ ഒരു പുതിയ ഐഡിനെ കുറിച്ച് പറയുന്നുണ്ട്. AAPAR ID നിങ്ങൾ ചിലർ അത് ആദ്യമായിട്ടായിരിക്കും കേൾക്കുന്നത്. ഓട്ടോമേറ്റഡ് പെർമനൻറ്റ് അക്കാഡമിക് അക്കൗണ്ട് രജിസ്ട്രി, അത് ക്രിയേറ്റ് ചെയ്യണം എന്നാണ് പറയുന്നത്. ടു സപ്പോർട്ട് ദിസ് ഒബ്ജക്റ്റീവ്, കാൻഡിഡേറ്റ്സ് ആർ എൻകറേജ് ടു യൂസ് their AAPAR ID as well as ആധാർ ബേസ്ഡ് ഒത്തൻറ്റിക്കേഷൻ ഡ്യൂറിങ് ആപ്ലിക്കേഷൻ ആൻഡ് എക്സാമിനേഷൻ പ്രോസസ്. അപ്പോൾ ആധാർ ID നിങ്ങൾക്ക് ഓൾറെഡി ഉണ്ടാകും. ആധാർ ID ഉള്ളവർ ചെയ്യേണ്ട കാര്യം സിമ്പിളായിട്ട് മിസ് പറഞ്ഞുതരാം. എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളുടെ ആധാർ ID മൊബൈൽ നമ്പറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക. അത് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ നിയറസ്റ്റ് അക്ഷയ സെൻറ്ററിൽ പോവാം. അപ്പോൾ അവിടെ പോയിട്ട് ലിങ്ക് ചെയ്യാത്തവർക്ക് ഇത് ആധാർ മൊബൈൽ നമ്പറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തണം. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. രണ്ടാമതായിട്ട് നിങ്ങൾക്ക് AAPAR ID ക്രിയേറ്റ് ചെയ്യണം. എന്താണ് AAPAR ID എന്നുള്ളത് മിസ് നിങ്ങൾക്കൊന്ന് പറഞ്ഞുതരാം. ഇതൊരു 12 ഡിജിറ്റ് ID ആണ്. നിങ്ങളുടെ ക്ലാസ് 10th രജിസ്റ്റർ നമ്പർ, ക്ലാസ് 10th നിങ്ങൾ പാസ് ഔട്ടായ വർഷം, ഇതിനെയൊക്കെ ബേസ് ചെയ്ത് നിങ്ങൾക്കിപ്പോൾ ക്രിയേറ്റ് ചെയ്യാവുന്ന ഒരു ID ആണിത്. ഇത് ക്രിയേറ്റ് ചെയ്യാൻ പല മെത്തേഡ്സ് ഉണ്ട്. മെയിനായിട്ട് നിങ്ങൾക്ക് AAPARൻ്റെ വെബ്സൈറ്റ് ത്രൂ ക്രിയേറ്റ് ചെയ്യാം. അതായത് അതിന് നിങ്ങളുടെ വെബ്സൈറ്റ്, AAPAR എന്ന് പറഞ്ഞ ഒരു ഗവൺമെൻറ്റിൻ്റെ വെബ്സൈറ്റ് ഉണ്ട്, നിങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കി അത് കിട്ടും. അവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ അവർ പറയുന്നത് നിങ്ങൾ ആദ്യം നിങ്ങളുടെ സ്കൂളിൽ പോകണം. സ്കൂളിൽ ചെല്ലുമ്പം അതായത് നിങ്ങൾ 10th വരെ പഠിച്ച സ്കൂളിൽ ചെല്ലുമ്പോൾ അവർ നിങ്ങൾക്കൊരു ഫോം തരും. ആ ഫോം നിങ്ങൾ ഫില്ല് ചെയ്യണം. ആ ഫോം ഫില്ല് ചെയ്ത് നിങ്ങളുടെ പാരൻസ് ഒരു കൺസെൻറ്റ് ഇത് തരണം. അതായത് എൻ്റെ മകൻ അല്ലെങ്കിൽ എൻ്റെ മകൾ ഈ AAPAR ID ജനറേറ്റ് ചെയ്യുന്നതിന് ഞങ്ങൾക്ക് പ്രശ്നമില്ല എന്ന് പറഞ്ഞാൽ അവർ കൺസെൻറ്റ് സൈൻ ചെയ്ത് തരും. എന്നിട്ട് അത് നിങ്ങളുടെ സ്കൂൾ വഴിയാണ് ഇഷ്യൂ ചെയ്യുക, അല്ലെങ്കിൽ അത് വെബ്സൈറ്റ് ത്രൂ ആണ് നിങ്ങൾക്ക് ആ ID കിട്ടുക. അത് ഒന്നാമത്തെ മെത്തേഡ്. ഇനി ഇപ്പം കുറേ പേര് നിങ്ങളിൽ റിപ്പീറ്റേഴ്സൊക്കെ ആയിരിക്കും, ഒരുപാട് വർഷത്തിന് ശേഷം നീറ്റിന് വേണ്ടി പഠിക്കുന്നവരായിരിക്കാം, ഒരു വലിയ ബ്രേക്ക് എടുത്തിട്ട്. അപ്പോൾ നിങ്ങളിപ്പം 10th വരെ പഠിച്ച സ്കൂളിൽ പോയി AAPAR ID ജനറേറ്റ് ചെയ്യുക എന്നുള്ളത് പ്രാക്ടിക്കലി പോസിബിൾ അല്ലായിരിക്കും. അല്ലാത്തവർക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് നിങ്ങളുടെ ഡിജി ലോക്കർ ആപ്പ് വഴി നിങ്ങളുടെ ആധാർ ID ഈസി ആയിട്ട് ജനറേറ്റ് ചെയ്യാം. ആധാർ ID അല്ല, AAPAR ID ഈസി ആയിട്ട് ജനറേറ്റ് ചെയ്യാം. അതായത് ഡിജി ലോക്കർ ആപ്പ് കുറേ പേർക്കൊക്കെ ആക്സസ് ഉണ്ടായിരിക്കും. ഇല്ലാത്തവർ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ബേസിക് ആയിട്ട് ഇതിന് വേണ്ട റിക്വയർമെൻറ്റ് നിങ്ങളുടെ ആധാർ നമ്പറും നിങ്ങളുടെ മൊബൈൽ നമ്പറും തമ്മിൽ ലിങ്ക് ആയിരിക്കണം. അപ്പോൾ നിങ്ങൾക്കൊരു OTP ജനറേറ്റ് ചെയ്യാൻ പറ്റണം. സോ ഡിജി ലോക്കർ ആപ്പ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. ഡിജി ലോക്കർ ആപ്പിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആധാർ നമ്പറും പേരും ഇതൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാം. ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ ഡീറ്റെയിൽസ് അവിടെ വരും. അതായത് നിങ്ങളുടെ പേര്, കാര്യങ്ങൾ ഡിജി ലോക്കറിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്ത് കഴിയുമ്പോഴുള്ള എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിനുശേഷം നിങ്ങൾക്ക് അവിടെ ഡോക്യുമെൻറ്റ്സിൽ പോയി സെർച്ച് ചെയ്യാം. അതായത് നിങ്ങൾ സെർച്ച് ഡോക്യുമെൻ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് അവിടെ. അപ്പം നിങ്ങൾ ഈ ഡിജി ലോക്കർ ആപ്പിൽ ലോഗിൻ ചെയ്തതിന് ശേഷം അവിടെ സെർച്ച് ഡോക്യുമെൻറ്റിൽ കൊടുക്കുമ്പം അവിടെ നിങ്ങൾ എന്ത് സെർച്ച് ചെയ്യണം, AAPAR ID എന്ന് സെർച്ച് ചെയ്യുക. APAAR ID എന്ന് സെർച്ച് ചെയ്യുക. അത് നിങ്ങൾ സെർച്ച് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്കൊരു
ആപ്പാർ ഐ ഡി ജനറേറ്റ് ചെയ്യാനുള്ള അവിടെ ഒരു ഓപ്ഷൻ വരും. അപ്പോൾ അതിലൊന്ന് എൻറ്റർ ചെയ്യുക, അതായത് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾക്ക് ആപ്പാർ ഐ ഡി ക്രിയേറ്റ് ചെയ്യാനായിട്ട് നിങ്ങളുടെ നെയിം, പിന്നെ നിങ്ങളുടെ ക്ലാസ് 10th രജിസ്റ്റർ നമ്പർ, ക്ലാസ് 10th ഏത് ഇയറിലാണ് നിങ്ങൾ പാസ് ഔട്ട്, അങ്ങനെ കുറച്ച് ഡീറ്റെയിൽസ് അവിടെ കൊടുക്കണം. നിങ്ങൾക്കത് ഓപ്പൺ ചെയ്ത് ആപ്പ് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും, സിമ്പിളായിട്ട് ഫില്ല് ചെയ്യാവുന്ന കാര്യമാണ്. ഓക്കെ, അങ്ങനെ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ ഫില്ല് ചെയ്ത് കഴിയുമ്പോൾ, അതായത് നെയിം, ക്ലാസ് 10th രജിസ്റ്റർ നമ്പർ, വിച്ച് ഇയർ യു ഫിനിഷ്ഡ് യുവർ ക്ലാസ് 10th, അങ്ങനത്തെ ഒക്കെ അത് കഴിഞ്ഞ് കഴിയുമ്പം ഇമ്മീഡിയറ്റ്ലി അത് ക്രിയേറ്റ് ആവാറുണ്ട്. ഒരു 12 ഡിജിറ്റ് ID അവിടെ കാണിക്കും നിങ്ങളുടെ ഫോട്ടോഗ്രാഫൊക്കെ ആയിട്ട്. ആ ഐ ഡി നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം. നിങ്ങളുടെ ആപ്പാർ ഐ ഡി ക്രിയേറ്റ് ആയി. ഓക്കെ, അപ്പം അങ്ങനെയും നിങ്ങൾക്ക് ഇത് ചെയ്യാം. എന്തിനാണ് ഈ ആപ്പാർ ഐ ഡി ക്രിയേറ്റ് ചെയ്യുന്നത്? ഇത് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ പേര് പറയുന്ന പോലെ ഓട്ടോമേറ്റഡ് പെർമനൻറ്റ് അക്കാഡമിക് അക്കൗണ്ട് രജിസ്ട്രിയാണ്. അതായത് നിങ്ങളുടെ അക്കാഡമിക് റെക്കോർഡ്സ് നമ്മുടെ ആധാർ ഡീറ്റെയിൽ, പാൻ ഡീറ്റെയിൽസ് ഒക്കെ രജിസ്റ്റർ ചെയ്ത് ഒരു സ്ഥലത്ത് നമ്മൾ സേവ് ചെയ്ത് ഇത് വെക്കുന്നത് പോലെ നമ്മുടെ അക്കാഡമിക് ഡീറ്റെയിൽസ് നമുക്ക് എന്താ പറയുക, ഒരു സ്ഥലത്ത് രജിസ്റ്റർ ചെയ്ത് സേവ് ചെയ്ത് വെക്കാം. അതായത് നിങ്ങൾ ക്ലാസ് 10th എവിടെ കംപ്ലീറ്റ് ചെയ്തു, ക്ലാസ് 12th എവിടെ കംപ്ലീറ്റ് ചെയ്തു. ഇപ്പോൾ നിങ്ങൾ MBBSന് പോയിട്ട് കോളേജിൽ അഡ്മിഷനൊക്കെ എടുക്കുമല്ലോ, അപ്പോൾ ഓരോ ഇയറും നിങ്ങൾ എവിടെ പഠിക്കുന്നു, നിങ്ങൾ എവിടെയാണ്, ഏത് കോഴ്സാണ് ചെയ്യുന്നത്, അങ്ങനെ ഒരുപാട് ഡീറ്റെയിൽസ് ഇതിൽ അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കും. സോ നിങ്ങൾ നാളെ ഒരു കോളേജിൽ പോയിട്ട് നിങ്ങൾ ഒരു കോളേജിൽ അഡ്മിഷൻ എടുക്കുമ്പം ആ കോളേജ് അതോറിറ്റിക്ക് നിങ്ങളൊരു അക്കാഡമിക് റെക്കോർഡ് സെർച്ച് ചെയ്യണമെങ്കിൽ, ഈ കുട്ടി ഇതിന് മുമ്പ് എവിടെയെങ്കിലും ഇങ്ങനെ MBBSന് പഠിച്ചിട്ടുണ്ടോ അങ്ങനെയൊക്കെ നോക്കണമെങ്കിൽ നിങ്ങളുടെ ആ ആപ്പാർ ഐ ഡി വെച്ച് നോക്കിയാൽ നിങ്ങളുടെ കംപ്ലീറ്റ് അക്കാഡമിക് റെക്കോർഡ്സ് അവർക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. സോ ഇറ്റ്സ് ജസ്റ്റ് എ റെക്കോർഡ് റൈറ്റ് ഫോർ യുവർ, അത് നല്ല കാര്യമാണ് ആ ഒരു അക്കാഡമിക് റെക്കോർഡ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഇപ്പോൾ NTA എന്തിനാണ് നിങ്ങളോട് ഇതൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ പറയുന്നത്? ഈ വർഷം മുതൽ നിങ്ങൾക്കറിയാലോ നമ്മുടെ റൂൾസ് കുറച്ചും കൂടി സ്ട്രിക്റ്റ് ആണ്. രജിസ്ട്രേഷൻ പ്രോസസ്സിലും അതേപോലെ അഡ്മിഷനിലും കൗൺസിലിങ്ങിലും ഒക്കെ വരുന്ന ഒരുപാട് പ്രശ്നങ്ങൾ ഒഴിവാക്കാനായിട്ടാണ് ഇവരിങ്ങനെ ഒരു ഒത്തൻറ്റിക്കേഷനൊക്കെ നിങ്ങളോട് ചെയ്യാൻ പറയുന്നത്. സോ നിങ്ങളുടെ ക്ലിയർ ആയിട്ടുള്ള നിങ്ങളുടെ ആപ്പാർ ഐ ഡി വെച്ചിട്ട് നിങ്ങളുടെ അക്കാഡമിക് റെക്കോർഡ് അവിടെ മെയിൻറ്റെയിൻ ആയി കിടക്കുന്നത്, ദാറ്റ്സ് വെരി യൂസ്ഫുൾ ഫോർ യു. അത് നിങ്ങൾക്ക് എപ്പോഴും യൂസ്ഫുൾ ആവുകയേ ഉള്ളൂ. അപ്പോൾ ഇത് ഭയങ്കരമായിട്ട് നിങ്ങളിപ്പോൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. അയ്യോ അവിടെ പോകണം, ഇവിടെ പോകണം, അക്ഷയയിൽ പോകണം, ഇങ്ങനെ പോകണം, ഒന്നുമില്ല. സിമ്പിളായിട്ട് ഒന്നും കൂടി മിസ് പറഞ്ഞുതരാം. ആദ്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ ആധാർ ഐ ഡി മൊബൈൽ നമ്പർ നമ്മൾ ലിങ്ക്ഡ് ആണോ, അതായത് ആധാർ ഐ ഡി റിലേറ്റ് ചെയ്തിട്ടുള്ള മെസ്സേജസൊക്കെ നമ്മുടെ ആധാറിൻ്റെ ഒരു ആപ്പ് ഉണ്ടല്ലോ, അത് നമ്മൾ ഡൗൺലോഡ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും. ആധാർ റിലേറ്റഡ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻസ് ഒക്കെ നമുക്ക് വരാറുണ്ടോ നമ്മുടെ ഫോണിൽ, ഇല്ലെങ്കിൽ അത് ലിങ്ക്ഡ് അല്ല അല്ലേ. അപ്പോൾ അത് ലിങ്ക് ചെയ്യിപ്പിക്കണം. ലിങ്ക് ചെയ്യാൻ ഏറ്റവും നല്ലത് നമ്മൾ അക്ഷയ സെൻറ്റർ ത്രൂ ചെയ്യുന്നതാണ്, അത് ചെയ്യാം. രണ്ടാമതായിട്ട് ആപ്പാർ ഐ ഡി ക്രിയേറ്റ് ചെയ്യുക. അതിന് നമ്മൾ ചെയ്യേണ്ടത്, ഇപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്ന മക്കളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് സ്കൂൾ വഴിയൊക്കെ ചെയ്യാം. അല്ലാത്തവർക്ക് ഡിജി ലോക്കർ ആപ്പ് വഴി സിമ്പിളായിട്ട് ചെയ്യാം. ഓക്കെ, ഡിജി ലോക്കർ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക, അതിൽ നമ്മൾ ലോഗിൻ ചെയ്യുക. പാസ്വേഡൊക്കെ മറന്നു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് ഇൻസ്റ്റൻ്റ് ആയിട്ട് പിൻ ജനറേറ്റ് ചെയ്യാം അല്ലേ, ഫോർഗോട്ട് പിൻ കൊടുത്തിട്ട്. എന്നിട്ട് ലോഗിൻ ചെയ്യുക. ആപ്പാർ ഡോക്യുമെൻറ്റ്സിൽ പോയിട്ട്, സെർച്ച് ഡോക്യുമെൻറ്റ്സിൽ പോയിട്ട് ആപ്പാർ ഐ ഡിന്ന് സെർച്ച് ചെയ്യുക, അവിടെ ക്ലിക്ക് ചെയ്യുക, ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യുക, നിങ്ങളുടെ ആപ്പാർ ഐ ഡി ജനറേറ്റ് ആവും. അത് നിങ്ങളൊന്ന് ജനറേറ്റ് ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? വൈ ആധാർ ഇസ് ഇമ്പോർട്ടൻറ്റ്. ആധാറിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. കാൻഡിഡേറ്റ്സ് ആർ അഡ്വൈസ് ടു അപ്ഡേറ്റ് ദർ ക്രെഡൻഷ്യൽസ് ഇൻ ആധാർ പ്രിഫറബിളി ആസ് പെർ ദെയർ 10th മാർക്ക് ഷീറ്റ്. ആധാർ ഒതൻറ്റിക്കേഷനെ കുറിച്ചിട്ടാണ് ഇവർ മെയിനായിട്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതായത് ആദ്യമായിട്ട് ചെയ്യുന്നത് പിന്നെ നിങ്ങളുടെ അക്ഷയ സെൻറ്റർ ത്രൂ ഈ ഡീറ്റെയിൽസ് ഒക്കെ ആദ്യം ഒന്ന് അപ്ഡേറ്റ് ആയിട്ടുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ ആധാറിൽ ഡീറ്റെയിൽസ് കറക്റ്റായിട്ട് അപ്ഡേറ്റ് ചെയ്യണം, ആപ്പാർ ഐ ഡിയും ജനറേറ്റ് ചെയ്യണം. അപ്പം ആധാറിൽ ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ആയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ മിസ് പറഞ്ഞു. അക്ഷയ സെൻറ്റർ ത്രൂ നമുക്ക് ചെയ്യാം. അല്ലെങ്കിൽ നമ്മുടെ ആധാർ ആപ്പ് ഉണ്ട്, ആ ആപ്പിൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം നിങ്ങളുടെ ഡീറ്റെയിൽസ് കറക്റ്റായിട്ടാണോ അപ്ഡേറ്റ് ആയിട്ടുള്ളത് എന്നുള്ളത്. എങ്കിലും നിങ്ങൾ അക്ഷയ സെൻറ്ററിൻ്റെ ഹെൽപ്പ് എടുക്കുന്നതാണ് നല്ലത്. ആൻഡ് ഇതൊക്കെ ചെയ്യുന്നത് എന്തിനാണ്? ആധാർ എന്തിനാണ് ഇത്രയും ഇമ്പോർട്ടൻ്റ് ആവുന്നത്? ഞാൻ പറഞ്ഞില്ലേ, രജിസ്ട്രേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരം വരാൻ അല്ലേ. ആപ്ലിക്കേഷൻ പ്രോസസ്സ് നിങ്ങളുടെ ഡീറ്റെയിൽസ് എല്ലാം ഓൾറെഡി അവിടെ അപ്ഡേറ്റഡ് ആയതിലൂടെ അല്ലേ, ആപ്ലിക്കേഷൻ പ്രോസസ്സ് വെരി വെരി സിമ്പിൾ ആകുന്നു. മാനുവൽ എറേഴ്സ്, നിങ്ങൾ മാനുവലായിട്ടിരുന്ന് ഫില്ല് ചെയ്യുമ്പോഴുള്ള എറേഴ്സ്, പേര് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയി, നമ്പർ മാറിപ്പോയി എന്നുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ഓക്കെ, എക്സാമിനേഷൻ എഫിഷ്യൻസി കൂടാൻ പറ്റും ആധാർ ഒതൻറ്റിക്കേഷൻ ചെയ്യുന്നത് കൊണ്ട്. പിന്നെ അറ്റൻഡൻസ് വെരിഫിക്കേഷൻ ഒക്കെ, ഫേഷ്യൽ റെക്കഗ്നിഷൻ എനേബിൾസ് ക്വിക്കർ ആൻഡ് മോർ അക്യുറേറ്റ് ഐഡൻറ്റിറ്റി വെരിഫിക്കേഷൻ. വെൽഫെയർ ഓഫ് കാൻഡിഡേറ്റ്സ്, അതായത് ആധാർ ഒതൻറ്റിക്കേഷൻ സിംപ്ലിഫൈസ് ദ പ്രോസസ് ആൻഡ് എൻഷുവേഴ്സ് കാൻഡിഡേറ്റ്സ് ആർ യുണീക്വലി ഐഡൻറ്റിഫൈഡ്, സേഫ് ഗാർഡിംഗ് ദിയർ ഇൻട്രസ്റ്റ് ത്രൂ ഔട്ട് ദി എക്സാമിനേഷൻ ലൈഫ് സൈക്കിൾ അല്ലേ. അതായത് എല്ലാ സ്റ്റെപ്പിലും നിങ്ങൾക്ക് യാതൊരു പ്രശ്നങ്ങളും ഇല്ലാതെ നിങ്ങളുടെ ഐഡൻറ്റിഫിക്കേഷനോ നിങ്ങളുടെ ഡേറ്റയിൽ എറർ വരുന്നതോ എന്തെങ്കിലുമൊക്കെ എററുകൾ കാരണം നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ്, ഞാൻ ആവശ്യം അഡ്മിറ്റ് കാർഡിൽ പേര് വന്നില്ല, ഫോട്ടോ വന്നില്ല, പേരൻറ്റിൻ്റെ പേര് വന്നില്ല, ഡേറ്റ് ഓഫ് ബർത്ത് വേറെ ആയിരുന്നു, അങ്ങനെയൊക്കെ കുറേ പ്രശ്നങ്ങളില്ലേ, ഇതൊക്കെ
അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു മെഷർ എടുത്തിരിക്കുന്നത്. ഓക്കെ, നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് സിമ്പിളായിട്ട് ഇവരിവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്ഡേറ്റ് ആധാർ ക്രെഡൻഷ്യൽസ് അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു. ഓക്കെ, ആസ്പിറൻസ് ആർ അഡ്വൈസ് ടു എൻഷുർ ദാറ്റ് their ആധാർ ഡീറ്റെയിൽസ് എസ്പെഷ്യലി their നെയിം ആൻഡ് ഡേറ്റ് ഓഫ് ബർത്ത് ആസ് പെർ 10th പാസിംഗ് സർട്ടിഫിക്കറ്റ് ഇൻക്ലൂഡിംഗ് ഫേഷ്യൽ റെക്കഗ്നിഷൻ ഡാറ്റ ആർ അപ് ടു ഡേറ്റ് ഫോർ ആൻ ഓപ്റ്റിമൽ എക്സ്പീരിയൻസ്. ഓക്കെ, ഇതിന് അവർ പറയുന്നത് നിയറസ്റ്റ് ആധാർ എൻറോൾമെൻറ്റ് സെൻറ്ററിൽ നമ്മുടെ അക്ഷയ സെൻറ്ററിൽ പോയി ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ മിസ് ഇത് ഓൾറെഡി പറഞ്ഞു തന്നു, നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക. ഇത് ഓൾറെഡി അപ്ഡേറ്റ് ആണെങ്കിൽ ആ ആപ്പാർ ഐ ഡിയും കൂടി ഒന്ന് ക്രിയേറ്റ് ചെയ്ത് വെക്കുക. ഇതും എങ്ങനെയാണ് ജനറേറ്റ് ചെയ്യേണ്ടതെന്ന് മിസ് പറഞ്ഞു തന്നു. ഐ ഹോപ്പ് ദിസ് ഇസ് ക്ലിയർ. ഇതിലിപ്പോൾ കൂടുതൽ ടെൻഷൻ അടിക്കാനൊന്നുമില്ല, സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്. നിങ്ങളുടെ കയ്യിലുള്ള ഡീറ്റെയിൽസ് വെച്ചിട്ട് നിങ്ങൾക്ക് ഇത് രണ്ടും ജനറേറ്റ് ചെയ്യാം. ആധാർ ഡീറ്റെയിൽസ് എല്ലാം ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് വെക്കുക. കാരണം ഇത് ഉടനെ തന്നെ ചെയ്യുക, കാരണം നമ്മുടെ ആപ്ലിക്കേഷൻ ഫോം എത്രയും പെട്ടെന്ന് റിലീസാകും. അപ്പോൾ രജിസ്ട്രേഷൻ പ്രോസസ്സിനെ കുറിച്ചും ബാക്കി ഡീറ്റെയിൽസിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് വന്ന് മിസ് പറഞ്ഞു തരുന്നതായിരിക്കും. സോ ഐ ഹോപ്പ് ദിസ് വീഡിയോ വാസ് ഹെൽപ്ഫുൾ. ഇത് ഓൾറെഡി ചെയ്ത് കഴിഞ്ഞവർ ഒന്ന് കമൻറ്റ് ബോക്സിൽ പറയണേ. സോ വിഷിംഗ് യു ഓൾ ദ വെരി ബെസ്റ്റ്. ബൈ.